നാട്ടിലും മറുനാട്ടിലുമായി ഈ ദിവസങ്ങളിൽ ട്രെൻഡിംഗ് ആയ ഒരുപിടി വിശേഷങ്ങളുമായി 24news.comന്റെ ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. സ്പെയിനിനെ കീഴടക്കിയ പോർച്ചുഗലിന്റെയും റോണോയുടെയും പോരാട്ട വീര്യവും മസ്കിന്റെ സ്റ്റാർലിങ്ങിന് ഇന്ത്യയിൽ വിലങ്ങുതടിയായ CPIM-ഉം വൈറലായ കപ്പിൾ ഡാൻസും സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ സിനിമാ ജീവിതത്തിന്റെ 50 വർഷവും ഒടുവിൽ മലയാളക്കരയെ ആവേശത്തിലാക്കിയ ലാലേട്ടന്റെ ചോട്ടാ മുംബൈയുടെ റിലീസും ഇത്തവണയും കാത്തിരിക്കുന്നത് നിരവധി വിശേഷങ്ങൾ. മസ്കിന്റെ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ അനുമതി നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ CPIM ആണ് രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ സുപ്രധാന വിവരങ്ങൾ വിദേശകാര്യങ്ങളിലേക്ക് എത്തുന്നത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും അനുമതി നൽകിയ പ്രക്രിയ സുതാര്യമല്ലെന്നുമാണ് CPM ചൂണ്ടിക്കാട്ടുന്നത്. വിശദവിവരങ്ങളുമായി ജയേഷ് കൃഷ്ണൻ ചേരും. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥയിലുള്ള സ്റ്റാർലിങ്ങിന് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യം ഏറെ പ്രതീക്ഷയോടെ കാണപ്പെടുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനമാണ് സ്റ്റാർലിങ്ക്. അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ പ്രവർത്തനം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയിലും സ്റ്റാർലിങ്ക് എത്തുന്നത്. എന്നാൽ സ്റ്റാർലിങ്കിന്റെ വരവ് സഖാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്റ്റാർലിങ്ങിന് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകിയ കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കണമെന്നാണ് CPM ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ പോലും പ്രവർത്തനം തുടങ്ങിയ സ്റ്റാർലിങ്ങിനെ CPM എതിർക്കുന്നത് ഇന്ത്യയുടെ വിവരങ്ങൾ വിദേശ കൈകൾക്ക് കൈമാറുന്നത് ഗുരുതരമായ സുരക്ഷാ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ്. എന്നാൽ CPIM-ന്റെ എതിർപ്പിനെ സോഷ്യൽ മീഡിയയും വെറുതെ വിട്ടിട്ടില്ല. എല്ലാം എതിർത്താണല്ലോ ശീലമെന്നും CPM എതിർത്തിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന് ഗുണം ലഭിക്കുന്ന പദ്ധതിയായിരിക്കും സ്റ്റാർലിങ്ക് എന്നുൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ട്രോളുകൾ നിറഞ്ഞിരിക്കുകയാണ്. BJP പേജുകളിലും CPM-നെ പരിഹസിച്ച് പോസ്റ്റുകളെത്തി. സ്റ്റാർലിങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നാണ് CPM വാദം. സ്റ്റാർലിങ്ക് ഒരു വിദേശ കോർപ്പറേഷനാണ്. ഇന്ത്യയുടെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ വിദേശ കൈകൾക്ക് കൈമാറുന്നത് ഗുരുതരമായ സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് CPM ആഞ്ഞടിക്കുന്നു. സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് എത്തുന്നത് കുത്തകവൽക്കരണത്തിനിടയാക്കുമെന്നാണ് CPM പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറയുന്നത്. ദേശീയ സുരക്ഷാ അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയാണ് CPM-ന്റെ എതിർപ്പ്. CPM-നെ കൂടാതെ മുൻ ധനകാര്യ സെക്രട്ടറിയായ EAS ശർമ്മയും മസ്കിന്റെ സ്റ്റാർലിങ്കിനെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു. പൊതുഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കുന്നതാണെന്നും ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണെന്നും ശർമ്മ പറയുന്നു. നീക്കം സുപ്രീം കോടതി ഉത്തരവിനെ ലംഘിക്കുന്നതാണെന്നും അടിയന്തരവും സ്വതന്ത്രമായ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം സ്റ്റാർലിങ്കിന്റെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് രാജ്യത്തെ ഡിജിറ്റൽ കണക്ടിവിറ്റി രംഗത്ത് കാര്യമായ മാറ്റമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആഗോളതലത്തിൽ സൂപ്പർ ഹിറ്റ് ആണ് സ്റ്റാർലിങ്ക്. 100-ലേറെ രാജ്യങ്ങളിൽ സ്റ്റാർലിങ്ക് കണക്ടിവിറ്റി ലഭ്യമാണ്. ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവന രംഗത്ത് സ്റ്റാർലിങ്ക് ഒറ്റയ്ക്കായിരിക്കില്ല. ഭാരതി ഗ്രൂപ്പിന്റെ പിന്തുണയുള്ള യൂടെൽ, സാറ്റ്1 വെബ്, റിലയൻസ് ജിയോയുടെ സംയുക്ത സംരംഭമായ SCS, ഗ്ലോബ്സ്റ്റർ തുടങ്ങിയ സേവനങ്ങളും ഇന്ത്യയിലേക്ക് എത്തും. ജിയോ, എയർടെൽ എന്നിവരുമായി സഹകരിച്ചാണ് സ്റ്റാർലിങ്ക് സേവനം ഉപഭോക്താക്കളിലേക്ക് എത്തുക. ഇവരുമാവും സ്റ്റാർലിങ്കിന്റെ ഉപകരണങ്ങൾ ഇന്ത്യയിൽ വിൽക്കുക. ആകാശത്ത് നിന്ന് നേരിട്ട് ഇന്റർനെറ്റ് എന്നതാണ് സ്റ്റാർലിങ്കിന്റെ സവിശേഷത. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ SpaceX നിർമ്മിച്ചയക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളുടെ കൂട്ടമാണ് സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകൾ. ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങളിലൂടെയാണ് ഇന്ത്യയിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കുക. സാറ്റലൈറ്റുകളിൽ നിന്ന് നേരിട്ട് വേഗതയേറിയ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ കെൽപ്പുള്ളതാണ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ്. സാധാരണ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന് ആവശ്യമായ കേബിളുകളോ ടവറുകളോ സ്റ്റാർലിങ്കിന് ആവശ്യമില്ല. പകരം ഉപയോക്താക്കൾക്ക് ഒരു ചെറിയ സാറ്റലൈറ്റ് ഡിഷ് അഥവാ സ്റ്റാർലിങ്ക് ടെർമിനലും റൗട്ടറും ലഭിക്കും. ഈ ഡിഷ് ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട് സിഗ്നൽ സ്വീകരിക്കുകയും റൗട്ടർ വഴി ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കുകയും ചെയ്യുന്നു. കേബിൾ ശൃംഖലകൾ എത്തിച്ചേരാൻ പ്രയാസമുള്ള വിദൂര ഗ്രാമപ്രദേശങ്ങളിലും ദുർഘടമായ പ്രദേശങ്ങളിലും സ്റ്റാർലിങ്കിന് ഇന്റർനെറ്റ് എത്തിക്കാൻ കഴിയും. 220 Mbps വരെ വേഗതയിലാണ് സ്റ്റാർലിങ്ക് വാഗ്ദാനം ചെയ്യുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ കാരണം സാധാരണ ഇന്റർനെറ്റ് ശൃംഖലകൾ തകരുമ്പോൾ സ്റ്റാർലിങ്ക് പോലുള്ള സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംവിധാനം നിർണായകമാകും. തമിഴകത്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ താരപദവിക്ക് അരക്കെട്ടുറപ്പിച്ച ഒരു പടമുണ്ട്. ബ്രഹ്മാണ്ഡ ചിത്രം ഭാഷ റിലീസ് ചെയ്തിട്ട് ഇന്നേക്ക് 30 വർഷം തികയാണ്. അതുപോലെ തന്നെ രജനീകാന്ത് സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് 50 വർഷം പിന്നിടുന്നു. ഇത്രയും ദശാബ്ദങ്ങൾ നീണ്ട സിനിമാ ജീവിതത്തിന്റെ രഹസ്യം എന്താണ്? അമൽ ശശികുമാറിന്റെ റിപ്പോർട്ട് കാണാം. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ താരപദവി ഊട്ടിയുറപ്പിച്ച ഭാഷ എന്ന സൂപ്പർ മെഗാ ഹിറ്റ് ചിത്രം ഇറങ്ങിയിട്ട് 30 വർഷവും അദ്ദേഹത്തിന്റെ സിനിമാ ലോകത്തിലേക്കുള്ള കടന്നുവരവിന് 50 വർഷവും തികയുന്ന വേളയിൽ ചിലരെങ്കിലും ചിന്തിക്കുന്ന കാര്യം ഇതാവും: ഇത്രയും കാലം അദ്ദേഹം ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ കാരണമെന്താവും? 1975-ലാണ് K. ബാലചന്ദർ സംവിധാനം ചെയ്ത അപൂർവ രാഗങ്ങൾ റിലീസ് ചെയ്യുന്നത്. പ്രായക്കൂടുതലുള്ള ഒരു സ്ത്രീയോട് ഒരു പയ്യന് തോന്നുന്ന പ്രണയമായിരുന്നു ചിത്രത്തിന്റെ കഥ. കമൽഹാസനും ശ്രീവിദ്യയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൽ രണ്ടാം പകുതിയും കഴിഞ്ഞ് ഒരു ഗേറ്റും തള്ളി തുറന്ന് ഒരു കഥാപാത്രം കടന്നു വരുന്നുണ്ട്.
നായകന്റെയും നായികയുടെയും പ്രണയകഥയിൽ വീണ് കരടെന്ന പോലെ കയറി വന്നത് ആ സ്ത്രീയുടെ ഭർത്താവായിരുന്നു. ആ വേഷം കൈകാര്യം ചെയ്തത് ശിവാജി റാവു ഗെയ്ക്വാദ് എന്നൊരു യുവാവായിരുന്നു. അന്ന് അയാൾ ആ ഗേറ്റ് തള്ളി തുറന്നപ്പോൾ തകർന്നു വീണത് ഇന്ത്യൻ സിനിമയിൽ അതുവരെ നിലനിന്നിരുന്ന വ്യവസ്ഥാപിതമായ നായക സങ്കല്പങ്ങളായിരുന്നു. പിന്നീട് അയാൾ വെട്ടിയ പാതയിലൂടെ അനവധി പേർ വന്നു. ശിവാജിയുടെ അഭിനയം നന്നേ ഇഷ്ടപ്പെട്ട് തന്റെ നിരവധി ചിത്രങ്ങളിൽ അവസരം കൊടുക്കുകയും അയാളുടെ പേര് മാറ്റി രജനീകാന്ത് എന്ന് വിളിക്കുകയും ചെയ്തത് കെ ബാലചന്ദ്രാണ്. ആദ്യ ചിത്രങ്ങളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് ആക്ടിംഗ് നിരീക്ഷിച്ച ബാലചന്ദർ പറഞ്ഞത് ഇതാണ്: ഈ സ്പീഡാണ് നിന്റെ കരുത്ത്. ആരെന്തു പറഞ്ഞാലും ഒരു കാരണവശാലും ഈ രീതി മാറ്റിപ്പിടിക്കരുത്. ആ രീതിക്ക് പിന്നീട് ഒരു പേര് വീണു, രജനി സ്റ്റൈൽ. അയാളെ ജനം വിളിച്ചതാകട്ടെ സ്റ്റൈൽ മഞ്ഞനെന്നും. അയാളുടെ അതിമാനുഷ കഥാപാത്രങ്ങൾ മിന്നൽ വേഗത്തിലാവും പഞ്ച് ഡയലോഗുകൾ പറയുക. സിഗരറ്റ് വായിലേക്ക് എറിഞ്ഞു പിടിച്ച് ഒരു പ്രത്യേക രീതിയിൽ അയാൾ സിഗരറ്റ് കത്തിക്കുമ്പോൾ തിയേറ്ററുകൾ കുലുങ്ങും. രജനിയുടെ നടത്തം, നിൽപ്പ്, അംഗവിക്ഷേപം, എന്തിനേറെ മുടിയൊന്ന് വകഞ്ഞൊതുക്കിയാലും ജനം വിസിലടിക്കും. ചിലപ്പോൾ വെളുവെളുത്തതും ആകാര സൗഷ്ഠവമുള്ളതുമായ നായക രൂപങ്ങളെ കണ്ടുമടുത്ത ശരാശരി ഇന്ത്യക്കാരൻ അയാളിൽ തന്നെ കണ്ടതുമാവണം അയാളുടെ വിജയം. വർഷങ്ങൾ കഴിഞ്ഞു. വില്ല, അണ്ണാമലൈ എന്ന ചിത്രങ്ങളിലൂടെ രജനീകാന്ത് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുന്ന കാലം. അണ്ണാമലയുടെ സംവിധായകൻ സുരേഷ് കൃഷ്ണയ്ക്കൊപ്പം രജനീകാന്ത് വീണ്ടും ഒന്നിക്കുന്നു. രജനീകാന്ത് ഒരു പ്രധാന വേഷത്തിലെത്തിയ അമിതാഭ് ബച്ചന്റെ ഹം എന്ന ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിക്കുന്ന ചിത്രം പറഞ്ഞത് ഇരുണ്ട ഭൂതകാലം മറച്ചുവെച്ച് ജീവിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറുടെ കഥയായിരുന്നു. രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ അനീതിക്കെതിരെ പൊരുതുകയും ഒരാൾ കൊല്ലപ്പെടുകയും മറ്റേയാൾ ഒറ്റയ്ക്ക് പൊരുതി ബോംബെ അധോലോകത്തെ അടക്കി വാഴുകയും ചെയ്യുന്നു. പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് അയാൾ ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഓട്ടോ ഡ്രൈവറായി ജീവിക്കുന്നതാണ് കഥ. രജനിയുടെ സുഹൃത്തായി ആദ്യം കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് സാക്ഷാൽ മമ്മൂട്ടിയെയായിരുന്നു. എന്നാൽ അതിനു മുൻപ് സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ ദളപതി എന്ന ചിത്രത്തിലും രജനിക്കൊപ്പം മമ്മൂട്ടി ആയിരുന്നതിനാൽ പകരം ചരൺ രാജ് എന്ന നടനെ കാസ്റ്റ് ചെയ്യേണ്ടി വന്നു. ചിത്രത്തിലെ അധോലോക നായകനായി എത്തുന്ന രജനിയുടെ ഗെറ്റപ്പിലും ഉണ്ടായി ഒരു മമ്മൂട്ടി കണക്ഷൻ. 1990 പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ സാമ്രാജ്യം എന്ന ചിത്രത്തിലെ ലുക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആയ ഒരു ഗെറ്റപ്പാണ് രജനിക്ക് കൊടുത്തത്. 1995 ജനുവരി 12 റിലീസ് ചെയ്ത ഭാഷ രജനീകാന്തിന്റെ കരിയറിലെ മാത്രമല്ല തമിഴ് സിനിമ അന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. ഒരു വർഷം തിയേറ്ററിക്കൽ റൺ പൂർത്തിയാക്കിയ ഭാഷ പിന്നീട് നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. നാ ഒരു തടവ സൊന്ന 100 തടവ സൊന്ന മാതിരി എന്ന രചനയുടെ ഡയലോഗ് അദ്ദേഹത്തിന്റെ കരിയറിനെ തന്നെ ഡിഫൈൻ ചെയ്യുകയും ചെയ്തു. ഭാഷയ്ക്ക് ശേഷം മാൻ വിത്ത് എ ഹിഡൻ പാസ്റ്റ് എന്ന ടെംപ്ലേറ്റ് സൂപ്പർ താര കച്ചവട ചിത്രങ്ങളുടെ ഇഷ്ട ഫോർമുലയായി മാറുകയും ചെയ്തു. ഈ വർഷം വമ്പൻ ബജറ്റിൽ വാനോളം പ്രതീക്ഷകളോടെ വന്ന തമിഴ് ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തിയപ്പോഴും വർഷാവസാനം കൂലിയുമായി വന്ന് ഇൻഡസ്ട്രിയെ ഇന്ത്യയുടെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ കരകയറ്റുമെന്നും ആരാധകർ വിശ്വസിക്കുന്നു. എപ്പോഴൊക്കെ ഇൻഡസ്ട്രി തുടർ പരാജയങ്ങളെ നേരിട്ട് നിന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ബോക്സ് ഓഫീസിന്റെ മിശിഹയായി രജനി അവതരിച്ചിട്ടുമുണ്ട്. അതിൽ നിന്നൊക്കെ ഇനി നമ്മൾ പോകുന്നതേ ഒരു വൈറൽ ഡാൻസിലേക്കാണ്. വെറുമൊരു ഡാൻസ് അല്ല കേട്ടോ, കപ്പിൾ ഡാൻസ് ആണ്. എന്നാൽ ഇവർ വെറുമൊരു കപ്പിളുമല്ല. ആരാണ് എന്താണെന്നൊക്കെ സംശയം ഉണ്ടാവും അല്ലേ? അതിന്റെ വിശേഷങ്ങളുമായി ഹരിഷ്മ ജെ. രാത് കെ ഹംസഫർ, ആശ ഭോസ്ലെയും മുഹമ്മദ് റാഫിയും ആലപിച്ച എവർഗ്രീൻ റൊമാൻറ്റിക് ഗാനത്തിന് ചുവടുവെക്കുന്ന നവദമ്പതികൾ. ഇളം പിങ്ക് ബനാറസി സിൽക്ക് സാരിയിൽ വധു, കൈകൾ ചേർത്ത് പിടിച്ച് ഒപ്പം ചലിച്ച് വരൻ. തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്രയുടെയും ഭർത്താവായ BJD നേതാവ് പിനാക്കി മിശ്രയുടെയും വൈറൽ ഡാൻസിനെ കുറിച്ചാണ്. അപ്രതീക്ഷിതമായ ആ വിവാഹ വാർത്ത രാഷ്ട്രീയ രംഗത്തെ മാത്രമല്ല, ഗൂഗിളിന് വരെ കിടിലം കൊള്ളിച്ച് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു. ജർമ്മനിയിലെ ബെർലിനിൽ വളരെ ലളിതമായി അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങിലായിരുന്നു മഹുവ പിനാക്കി വിവാഹം. വിവാഹ ചിത്രം മഹുവ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. പിന്നാലെ ആശംസകളുമായി പ്രമുഖർ രംഗത്തെത്തി. പാർലമെന്റിലെ തീപ്പൊരി പ്രാസംഗികയുടെ വിവാഹ വാർത്ത പുറത്തു വന്നതോടെ കൂടുതൽ വിവരങ്ങൾക്കായി തിരയുകയായിരുന്നു ആദ്യ മണിക്കൂറിൽ സോഷ്യൽ മീഡിയ. മഹുവയുടെ വരനായ പിനാക്കി ആരാണ്? എന്നായിരുന്നു വിവാഹം? ഇരുവരുടെയും പ്രണയകഥ എന്താണ്? അങ്ങനെ മഹുവയുടെ പ്രസംഗം പോലെ തന്നെ കല്യാണവും ട്രെൻഡിംഗ് ആയി. ബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്ന് 2 വട്ടം ലോക്സഭാ MP ആയ നേതാവാണ് മഹുവ മൊയ്ത്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും BJPയുടെയും നിശിത വിമർശകയായിരുന്ന മഹുവയുടെ പ്രസംഗങ്ങളും
പൊള്ളുന്ന ചോദ്യങ്ങളും ഉരുളക്കുപ്പേരി പോലുള്ള മറുപടികളും എല്ലായ്പ്പോഴും ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ബാങ്കിംഗ് ജോലി ഉപേക്ഷിച്ചാണ് മഹുവ കോൺഗ്രസിന്റെ യുവജന വിഭാഗത്തിലെത്തിയത്. പിന്നീട് മമതാ ബാനർജിയുടെ TMCയിൽ ചേർന്നു. 50-കാരിയായ മഹുവ നേരത്തെ ഡാനിഷ് ധനകാര്യ വിദഗ്ധനായ ലാർസ് ബോൾസനെ വിവാഹം കഴിച്ചിരുന്നു. തുടർന്ന് വിവാഹമോചിതയാവുകയാണുണ്ടായത്. അഭിഭാഷകനായ ജയ് അനന്ത് ദേഹാദ്രായിയുമായുള്ള ബന്ധം മഹുവയെ വിവാദങ്ങളിലേക്കാണ് തള്ളിവിട്ടത്. വ്യക്തിപരമായ ആരോപണങ്ങളിൽ ആരംഭിച്ച തർക്കം രാഷ്ട്രീയ വിവാദമാവുകയും മഹുവയെ MP സ്ഥാനത്ത് നിന്ന് അയോഗ്യയാക്കുന്നതിലടക്കം കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായ പിനാക്കി മിശ്ര ഒഡീഷയിലെ പുരി സ്വദേശിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലെത്തുന്നത്. 1996-ൽ പുരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ആദ്യമായി പാർലമെന്റിലെത്തുകയും ചെയ്തു. പിന്നീട് നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദളിൽ ചേർന്ന പിനാക്കി മിശ്ര 2009, 2014, 2019 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ജയിച്ച് പാർലമെന്റിലെത്തിയിരുന്നു. പിനാക്കി മിശ്രയുടെയും രണ്ടാം വിവാഹമാണ്. മുൻ ഭാര്യ സംഗീതയിൽ പിനാക്കി മിശ്രയ്ക്ക് 2 മക്കളുണ്ട്. വൈറൽ ഡാൻസും വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. ഇനി നമ്മൾ നേരെ പോകുന്നത് മലയാളികൾ ഏറെ കാത്തിരുന്ന ഒരു റിലീസ് ചിത്രത്തിന്റെ വിശേഷവുമായാണ്. 18 വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടന്റെ ചോട്ടാ മുംബൈ വീണ്ടും കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിക്കുകയാണ്. കാണാത്തവർക്കൊരു അവസരം കൂടിയാണ് കേട്ടോ. തലയുടെ ചോട്ടാ മുംബൈയുടെ വിശേഷങ്ങളുമായി പൂജ രമേശ് ചെയ്തു. 18 വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത ചിത്രം 4K മികവോടെ വീണ്ടും പ്രദർശനത്തിനെത്തിയത് കഴിഞ്ഞ ദിവസം. എന്നാൽ ഒരു ലാൽ പടം പുതിയതായി റിലീസ് ചെയ്ത ആഘോഷമാണ് തിയേറ്ററുകളിൽ. പറഞ്ഞു വരുന്നത് മോഹൻലാൽ ചിത്രം ചോട്ടാ മുംബൈയെ കുറിച്ചാണ്. മിക്കവാറും എല്ലാ റിലീസിംഗ് കേന്ദ്രങ്ങളിലും ഹൗസ്ഫുൾ. പുത്തൻ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ റിലീസ് ചെയ്ത ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. ബെന്നി P നായരമ്പലം തിരക്കഥ എഴുതി അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചിത്രമാണ് ചോട്ടാ മുംബൈ. ചിത്രത്തിലെ ചെട്ടികുളങ്ങര എബരണി നാളിൽ എന്ന ഗാനം അന്നുണ്ടാക്കിയ ഓളം ചെറുതൊന്നുമായിരുന്നില്ല. റിലീസ് ചെയ്ത ആദ്യ ദിനം 40 ലക്ഷം രൂപയുടെ ഓപ്പണിംഗ് കളക്ഷനാണ് ചിത്രം നേടിയത്. ലിമിറ്റഡ് സ്ക്രീൻ കൗണ്ട് വെച്ചാണ് ഈ നേട്ടമെന്നതും എടുത്തു പറയേണ്ടതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ മാത്രമാണ് ചിത്രം ആദ്യം പ്രദർശനത്തിനെത്തിയത്. പ്രേക്ഷകരുടെ വലിയ പങ്കാളിത്തം ദൃശ്യമായതോടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ക്രീനുകളിൽ പുതിയ ഷോകളും ചാർട്ട് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് വിൽപ്പനയിലും ചിത്രം ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ്. സ്ഫടികവും ദേവദൂതനും മണിച്ചിത്രത്താഴുമൊക്കെ രണ്ടാം വരവിൽ തീർത്ത റെക്കോർഡാണ് ഇതിനോടകം ചിത്രം തകർത്തിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് റിലീസ് കളക്ഷൻ 1 കോടിക്ക് മുകളിലാണ്. മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് ഒരേ ഒരു ചിത്രം മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. അതെക്കാലവും എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ചിത്രമായി മാറി. മോഹൻലാലിനൊപ്പം വലിയൊരു താരനിരയും ചിത്രത്തിൽ അണിനിരന്നു. മോഹൻലാൽ തല എന്ന് കൂട്ടുകാർ വിളിക്കുന്ന വസ്കോഡിഗാമ ആയപ്പോൾ നടേശൻ എന്ന പ്രതിനായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കലാഭവൻ മണിയായിരുന്നു. ഭാവനയാണ് ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിദ്ദിഖ്, ജഗതി ശ്രീകുമാർ, ഇന്ദ്രജിത് സുകുമാരൻ, മണിക്കുട്ടൻ, ബിജുക്കുട്ടൻ, സായ്കുമാർ, രാജൻ B ദേവ്, വിനായകൻ, മണിയൻ പിള്ള രാജു, മല്ലിക സുകുമാരൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഹൈ സ്റ്റുഡിയോസ് ആണ് ചിത്രം 4K ഡോൾബി അറ്റ്മോസിൽ റീമാസ്റ്ററിംഗ് ചെയ്തിരിക്കുന്നത്. മോഹൻലാലിന്റെ റിലീസ് ചിത്രങ്ങൾക്കെല്ലാം തിയേറ്ററുകളിൽ വൻ സ്വീകാര്യത ലഭിക്കാറുണ്ട്. ദേവദൂതനും മണിച്ചിത്രത്താഴുമൊക്കെ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയപ്പോൾ മലയാളികൾക്കിടയിൽ വൻ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ അത്ഭുതമാണ് മോഹൻലാൽ എന്ന നടൻ. 2025 ലാൽ വർഷം എന്ന് തന്നെ പറയണം. എമ്പുരാൻ ഉണ്ടാക്കിയ ഹൈപ്പും തുടരുമുണ്ടാക്കിയ ബോക്സ് ഓഫീസ് മാജിക്കും ഇന്നും തുടരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് അല്പം സ്പോർട്സ് വിശേഷങ്ങളിലേക്കാണ്. 40 വയസ്സുകാരനായ റോണോയ്ക്ക് നേഷൻസ് ലീഗിൽ എന്ത് ചെയ്യാനാകും? ആ ചോദ്യത്തിന് കിരീട വിജയത്തിലൂടെയാണ് അയാൾ മറുപടി നൽകിയത്. സ്പെയിനെ കീഴടക്കിയ പോർച്ചുഗലിന്റെയും റോണോയുടെയും പോരാട്ട വീര്യത്തിന്റെ കഥയുമായി കിഷോർ തോമസ് ചേരും. മനുഷ്യർ കരയുന്നത് കണ്ടു നിൽക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കണ്ണീരിൽ കുതിർന്ന ചിലർ കരയുമ്പോൾ നമുക്ക് മുറിവേൽക്കുകയും വേദനിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ചില കരച്ചിലുകൾ, ആനന്ദത്തിന്റെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയുള്ള കരച്ചിലുകൾ, അത് കാണുമ്പോൾ അറിയാതെ കരഞ്ഞ് സന്തോഷത്തിൽ ഒന്ന് ചിരിക്കാറുണ്ട്. അത്തരമൊരു അനുഭൂതി ലോകം കഴിഞ്ഞ ദിവസം ആവോളം ആസ്വദിച്ചു.
നേഷൻസ് ലീഗിന്റെ ഫൈനലിൽ 5ാം പെനാൽറ്റി കിക്ക് ഗോളാക്കി മാറ്റി വിജയം സ്വന്തമാക്കിയപ്പോൾ ആ കിരീടം ഒരുപാട് ആഗ്രഹിച്ചവനെ പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ വിതുമ്പി. അയാൾ ഹൃദയം നിറയ്ക്കുന്ന സന്തോഷത്തിൽ മൈതാനത്ത് തല ചേർത്ത് വെച്ച് കരഞ്ഞു. കായിക പ്രേമികൾ അത്രമേൽ ആഗ്രഹിച്ച നിമിഷം കൂടിയായിരുന്നു. നേഷൻസ് ലീഗ് കിരീടം സ്വന്തമാക്കാൻ പുതുരക്തത്തിന്റെ കരുത്തുമായാണ് സ്പെയിൻ ഫൈനൽ പോരാട്ടത്തിനെത്തിയത്. സെമിയിൽ ഫ്രാൻസിന്റെ പോസ്റ്റിൽ 5 ഗോളുകൾ നിക്ഷേപിച്ചതിന്റെ ആവേശം അവരിൽ വല്ലാതെ നിറഞ്ഞിരുന്നതാണ്. മറുപുറത്ത് അനുഭവ സമ്പത്തിന്റെ കരുത്തിൽ ഒരു കൂട്ടമായി പോർച്ചുഗൽ മണിനിരുന്നു. പക്ഷേ ഫൈനൽ വിസിലിന്റെ താളം സ്പെയിനിന് അരോചകമാവുകയും പോർച്ചുഗലിന് സുന്ദരമായ ഒരു പോർച്ചുഗീസ് സംഗീതമാവുകയും ചെയ്തു. 2 തവണ ലീഡ് നേടിയിട്ടും കിരീട നേട്ടത്തിന്റെ സന്തോഷം അനുഭവിക്കാനാകാതെ പോയ സ്പെയിൻ തോറ്റുപോയത് വിട്ടുകൊടുക്കാത്ത പോർച്ചുഗീസ് വീര്യത്തിന് മുൻപിലാണ്. റൊണാൾഡോ എന്ന 40 വയസ്സുകാരൻ കൗമാര പ്രതിഭകളുടെ പോരാട്ടത്തിന് മുന്നിൽ ഒന്നുമല്ലാതായി പോകുമെന്ന് പരിഹസിച്ചവർക്ക് പോർച്ചുഗലിനായി ഫൈനലിലെ 2ാം ഗോൾ നേടി അവൻ കണക്ക് തീർത്തു കൊടുത്തു. അവിടെയും തീർന്നില്ല. സെമിയിൽ ജർമ്മനിക്കെതിരെ വിജയമുറപ്പിച്ച 2ാം ഗോൾ നേടിയ റൊണാൾഡോ ടൂർണമെന്റിലെ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തുമെത്തി. 40 ഫുട്ബോളിൽ തിളക്കം കുറയുന്ന പ്രായമല്ല, കരുത്തു കൂടുന്ന പ്രായമാണെന്ന് അവൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞു. 2025 റൊണാൾഡോയ്ക്ക് അത്ര നല്ല വർഷമായിരുന്നില്ല. സൗദി പ്രോ ലീഗിൽ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ 1ാമനായെങ്കിലും സ്വന്തം ടീം 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു അവന്. കാലം അവസാനിച്ചു എന്ന വിമർശനങ്ങൾ മികവുള്ള പ്രകടനങ്ങൾ ആവർത്തിക്കുമ്പോഴും അയാൾ കേട്ടുകൊണ്ടേയിരുന്നു. അതിനെല്ലാമുള്ള മറുപടിയായിരുന്നു റോണോ നേഷൻസ് ലീഗിൽ നൽകിയത്. കിരീടം നേടി ആഹ്ലാദാരവങ്ങൾക്ക് ശേഷം അയാൾ ലോകത്തോടായി ഒന്നുകൂടി പറഞ്ഞു, എനിക്ക് ഈ സീസണിൽ പരിക്കുണ്ടായിരുന്നു, പക്ഷേ രാജ്യത്തിനായി പന്ത് തട്ടുമ്പോൾ എൻ്റെ കാലുകൾക്ക് വലിയ ഊർജം ലഭിക്കുമെന്ന്. അടുത്ത ലോകകപ്പിൽ തൻ്റെ 41ാം വയസ്സിൽ താരമുണ്ടാകുമെന്ന സൂചന കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നൽകുന്നത്. 938 ഗോളുകൾ ലോക ഫുട്ബോളിന്റെ ബ്രാൻഡായ CR7 ഇതിനോടകം നേടിക്കഴിഞ്ഞു. പ്രായം നമ്പർ മാത്രമാണെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുന്നവൻ 1000 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് കൂടി എത്താനുള്ള സാധ്യതയും ചെറുതല്ല. കാരണം അയാളുടെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ്. ദുരന്തപൂർണമായ ബാല്യത്തെയും നിരന്തരമുണ്ടാകുന്ന വിമർശനങ്ങളെയും മറികടന്നുള്ള കുതിപ്പാണ് എന്നും റൊണാൾഡോയുള്ള കരുത്ത്. സോഷ്യൽ മീഡിയയിൽ പോർച്ചുഗൽ വിജയത്തിന് ശേഷമുണ്ടായ ഒരു ചെറിയ ചർച്ചയുണ്ട്, ഒരു കോഹ്ലി റൊണാൾഡോ ചർച്ച. RCBക്ക് വേണ്ടി കപ്പ് ഉയർത്തിയപ്പോൾ റൊണാൾഡോയെ പോലെ ആനന്ദത്തിൽ അയാൾ കരഞ്ഞു. അയാൾ മൈതാനത്ത് തല ചേർത്ത് വെച്ച് കരഞ്ഞു. അയാൾ അതുവരെ കേട്ട കളിയാക്കലുകളെ മുഴുവൻ വിജയം കൊണ്ട് കഴുകിക്കളഞ്ഞു. അവരെ ചേർത്ത് പിടിക്കാൻ അത്രയും കാലം ഒന്നിച്ചു കളിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരൻ വീണ്ടും എത്തി, പെപ്പയും ഡിവിലിയേഴ്സും. റൊണാൾഡോയുടെ കഥകൾ ഇനിയും കേൾക്കണം. അയാൾ വിജയം ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. കാരണം തോറ്റുപോകുമെന്ന് തോന്നുന്നിടത്തു നിന്നും വിജയത്തിലേക്ക് തിരിച്ചു വരാനുള്ള വലിയ മോട്ടിവേഷൻ അയാൾ ഇന്നും തൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് നൽകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ട്രെൻഡിംഗ് വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ ലോകം ഈ ആഴ്ച അടുത്ത ബുധൻ ജൂൺ 18 വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം മേഘ്ന മുരളി. കീപ് വാച്ചിങ് 24.